പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജെൻസനാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. KSBC-DCയുടെ വായ്പകളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് പേഴ്സണൽ ലോണിന്റെ മാനദണ്ഡങ്ങളും, രണ്ടാമത്തെ എപ്പിസോഡിൽ വിവാഹ വായ്പയ്ക്കുള്ള മാനദണ്ഡങ്ങളുമാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്ടോ ടാക്സി മേഖലയിൽ ജോലി ചെയ്യുന്ന OBC വിഭാഗത്തിലുള്ള കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി കേരള സർക്കാരിന്റെ 1,00,000 രൂപ വരെ പരമാവധി കിട്ടാവുന്ന സബ്സിഡിയോട് കൂടിയുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയെക്കുറിച്ചാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ഗ്രീൻ വീൽ വായ്പാ പദ്ധതിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് നോക്കാം. നമുക്ക് വിശദമായിട്ട് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം KSBC-DC എന്താണെന്ന് മനസ്സിലാക്കണം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് KSBDCയുടെ ഫുൾ ഫോം. നമ്മുടെ കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമ്മുടെ നാട്ടിലെ OBC വിഭാഗക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSBDC എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ പദ്ധതികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ OBC വിഭാഗക്കാർക്ക് ലോൺ നൽകുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ OBC കാറ്റഗറിയിലോട്ടുള്ള ആളുകൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നവരാണെന്നും ഏതൊക്കെ വിഭാഗക്കാരായ ആളുകൾക്കാണ് ലോൺ നൽകുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഒരു ലോണിന് വേണ്ടി KSBDCയിൽ അപേക്ഷിക്കാൻ. അതല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ റിജക്ട് ചെയ്യപ്പെടാം. ഏറ്റവും അവസാനമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈറ്റിനകത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏതൊക്കെ വിഭാഗമാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോണ്ടാക്ട് അസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട് ഓഫീസുകളുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നിങ്ങൾക്ക് സബ് ഡിസ്ട്രിക്ട് ഓഫീസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരുടെ എല്ലാ ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലോണിന്റെ അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. നമുക്കിനി തുടർന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഗ്രീൻ വീൽ വായ്പാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രധാന തൊഴിൽ മേഖലകളിൽ ഒന്നാണ് ഓട്ടോ ടാക്സി മേഖല എന്ന് പറയുന്നത്. ഇന്ധന വിലയിൽ ഉണ്ടായ വൻ വർധനവ് അവരുടെ ഉപജീവനത്തെ സാരമായി ബാധിക്കുന്നു എന്ന് കണ്ടിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും KSBC-DCയും കൂടെ ചേർന്ന് 1,00,000 രൂപ വരെ സബ്സിഡി പരമാവധി കിട്ടത്തക്ക രീതിയിൽ ന്യൂ ജനറേഷൻ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനും ഓട്ടോ ടാക്സി വാങ്ങുന്നതിനും അതേപോലെ തന്നെ നിലവിലുള്ള വാഹനം CNGയിലേക്ക് മാറ്റുന്നതിനു വേണ്ടി പ്രത്യേകമായി രൂപീകരിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ വായ്പാ പദ്ധതിയാണ് ഗ്രീൻ വീൽ വായ്പാ പദ്ധതി. ഗ്രീൻ വീൽ വായ്പാ പദ്ധതിയുടെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരമാവധി വായ്പാ തുക അനുവദിക്കുന്നത് 8,00,000 രൂപ വരെയാണ്. വാർഷിക പലിശ ഈടാക്കുന്നത് 7% പലിശയാണ്. നമ്മുടെ നാട്ടില് പുതിയൊരു വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം CNGയിലോട്ട് മാറ്റുന്നതിനോ ഏതൊരു സ്ഥാപനങ്ങളെ അപേക്ഷിച്ചും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പലിശ നിരക്കാണ് കോർപ്പറേഷൻ നമുക്ക് നൽകുന്നത്. തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 84 മാസം വരെ പരമാവധിയാണ്. എന്നാൽ അതിന് ചില മാനദണ്ഡങ്ങളൂടെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് 2,00,000 രൂപ വരെയുള്ള ലോൺ ആണെങ്കിൽ പരമാവധി 5 വർഷം കാലാവധി വരെ മാത്രമേ നൽകത്തുള്ളൂ. 2,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെയാണെന്നുണ്ടെങ്കിൽ 6 വർഷത്തെ കാലാവധിയും, 5,00,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 7 വർഷത്തെ കാലാവധിയുമാണ് പരമാവധി നൽകുക. വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന വരുമാന സർട്ടിഫിക്കറ്റിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലോൺ ലഭ്യമാകുക. ഇനിയും അതിന്റെ ഡീറ്റെയിലോട്ട് നമുക്ക് നോക്കാം. ഗ്രീൻ വീൽ വായ്പാ പദ്ധതിയുടെ പ്രധാന അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. OBC വിഭാഗത്തിലുള്ള വ്യക്തിയായിരിക്കണം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. പ്രായപരിധി 18നും 60നും ഇടയിലുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബ വാർഷിക വരുമാനം, പ്രത്യേകം ശ്രദ്ധിക്കുക, കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയായി കൂടാൻ പാടില്ല. ഒരു വർഷം ആ കുടുംബത്തിന്റെ വരുമാനം വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൽ 2,50,000 രൂപ കൂടാൻ പാടില്ല. ലൈസൻസ്, ബാഡ്ജ്, ഓട്ടോ ടാക്സി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസും ബാഡ്ജും നിർബന്ധമായി ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ അർഹത ഉണ്ടായിരിക്കുക. ഗ്രീൻ വീൽ വായ്പാ പദ്ധതിക്ക് മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വന്തമായി പെട്രോൾ വാഹനമുള്ളവർക്ക് CNGയിലേക്ക് മാറ്റുന്നതിന് മുൻഗണന ലഭിക്കുന്നതാണ്. ലൈസൻസും ബാഡ്ജുമുള്ള യുവതികൾക്കും അതേപോലെ തന്നെ വാഹന ഡ്രൈവിംഗ് സാധ്യമായ ഭിന്നശേഷിക്കാർക്കും മുൻഗണന ലഭിക്കുന്നതാണ്.
കൂടുതൽ അപേക്ഷകർ ഉണ്ടെങ്കിൽ കുറഞ്ഞ കുടുംബ വരുമാനം കണക്കാക്കിയാണ് മുൻഗണനാക്രമത്തിലായിരിക്കും നിങ്ങൾക്ക് ലോൺ ലഭ്യമാകുക. ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അർഹരായ ഗുണഭോക്താവിന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൽ നിന്നും ഫ്രണ്ട് എൻഡ് സബ്സിഡിയായി നിങ്ങൾക്ക് ലഭ്യമായ തുകയുടെ 20% പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് സബ്സിഡിയായിട്ട് കിട്ടാൻ അർഹതയുണ്ടാകുക. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നിങ്ങൾ അവിടെ സമർപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ BCDCയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാണ്. ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ദിവസം ഏതൊക്കെയാണെന്നുള്ളതും അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ദിവസങ്ങളിൽ വേണം ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ. ആധാർ കാർഡ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അതോടൊപ്പം തന്നെ വസ്തുവിന്റെ കരമടച്ച രസീത്, വയസ്സ് തെളിയിക്കുന്ന പ്രൂഫ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന്, ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി, ഡ്രൈവിംഗ് ലൈസൻസ്, അതോടൊപ്പം തന്നെ വെഹിക്കിളിന്റെ ഇൻവോയ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റുകളായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടത്. ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോർപ്പറേഷന്റെ നിലവിലുള്ള ജാമ്യ വ്യവസ്ഥ ഈ വായ്പയ്ക്കും ബാധകമാണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് വാഹനം കൈമാറില്ലെന്ന വ്യവസ്ഥയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി KSBC-DCയുടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ പിന്നോക്ക വികസന വകുപ്പിന്റെ വെബ്സൈറ്റിന്റെ ലിങ്കും കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസും അറിയുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രീൻവിൽ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഓഫീസുമായി ബന്ധപ്പെടുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരും KSBC-DCയും കൂടെ ചേർന്ന് നടത്തുന്ന ഈ പദ്ധതിയിൽ എല്ലാവരും പങ്കാളികളാവാൻ ശ്രമിക്കുക. കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ അർഹതാ മാനദണ്ഡം അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് നമുക്ക് ലോൺ ലഭ്യമാകുക. ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ലക്ഷം രൂപ വരെ സബ്സിഡിയോടുകൂടിയുള്ള പദ്ധതിയാണ്. എല്ലാവർക്കും ഉപകാരമാകട്ടെ. നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ഓട്ടോ ടാക്സി മേഖലയിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ പരമാവധി എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.